പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓഫീസർമാരെ, കസ്റ്റമർ ഉണ്ട്, നമുക്ക് ഒരു അതിഥിയായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടിയിട്ട് നടത്തി വരുന്നതാണ്. എനിക്കൊരു പുതിയ അംഗമാണ്. എന്തായാലും ഓണം നമ്മൾ ഒരുവിധം അല്ലേ ഭംഗിയായിട്ടൊക്കെ നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ ഇതിപ്പോ അടുത്ത അവസരമാണ് ക്രിസ്മസ് പുതുവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ തരുന്ന ഒരു കാര്യമാണ്. പ്രതീക്ഷകൾ തരുന്ന ഒരു സമയമാണ്. ഒരുപാട് പ്രയത്നത്തിന്റെ അവസാനം കൂടിയാണ് പലർക്കും. ഒരുപാട് ആൾക്കാരെ ഈ വർഷത്തിലെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മുടെ ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തി ജീവിതത്തിലെ നമ്മൾ പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി മുതൽ ഡിസംബർ വരെ പല ഫോർമാറ്റിൽ നമുക്ക് നോക്കാം. MDRT അങ്ങനെ പല ഇതുകളുണ്ടല്ലോ. പിന്നെ അവരാർക്ക് ഉദ്ദേശിച്ച രീതിയിൽ സെഞ്ചുറിയൻ, ഹാഫ് സെഞ്ചുറിയൻ, അങ്ങനെ നേട്ടങ്ങൾ നമ്മൾ ഒരുപാട് മനസ്സിൽ കണ്ടിട്ടുള്ള നേട്ടങ്ങൾ നേടിയിട്ടുണ്ടാവും. ഒരുപാട് വളരെ കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എത്താൻ കഴിയാത്ത ആൾക്കാർക്കും എത്തിയ ആൾക്കാർക്കും ശുഭപ്രതീക്ഷ തരുന്ന ഒരു അവസരമാണ് ഇനി അടുത്ത വർഷത്തില് നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാനും. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവസാനം നമ്മുടെ ഓരോരുത്തരുടെയും എന്താ പറയുക സാമ്പത്തിക സുസ്ഥിരതയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങൾക്കും ഫലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗത്തും പല അശാന്തിയും പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഇതെല്ലാം ഈ ആഘോഷം, ക്രിസ്മസ് അല്ലെങ്കിൽ പുതുവത്സര ആഘോഷം എന്ന് പറയുന്നത് ഈ അശാന്തികൾക്കും എല്ലാത്തിനും ഒരു പരിഹാരം നിർദ്ദേശിക്കാനായിട്ടൊരു വഴിയാവട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ എല്ലാവർക്കും സ്വാഗതം പറയുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. ഇനി ഇതെന്താ പറയാ, ഇതൊരു ഔദ്യോഗിക പരിപാടിയൊന്നല്ല. എല്ലാം നമ്മുടെ കൂട്ടായ്മയിലെ നമ്മൾ മാത്രം ഉള്ള ഈ പരിപാടിയിലേക്ക് നമുക്ക് അപ്രതീക്ഷിതമായിട്ടോ അല്ലെങ്കിൽ എത്തിയിട്ടുള്ള നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട്. അത് പേരെന്തായിരുന്നു? അസ്കർ. അദ്ദേഹത്തിനെ കിട്ടിയത് നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാണ്. ഇനി ഓരോരുത്തരും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരവരുടെ ഈ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സന്ദേശങ്ങൾ തരാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു ദിനമായിട്ടാണ് ക്രിസ്മസ് നമ്മൾ വേൾഡിൽ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ത്യാഗം, ശാന്തി, സമാധാനം പുതുവർഷത്തിലേക്ക് നേർന്നുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നേരത്തെ പോലെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അശാന്തിയുടെ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് പ്രതികൂലമായ അവസ്ഥകളിലൂടെ നമ്മളൊരു ഏജന്റ് എന്നുള്ള രീതിയിലും ബിസിനസ് എന്നുള്ള രീതിയിലും മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് വെളിച്ചം ഈ ഒരു ക്രിസ്മസ് ദിനത്തിലും പുതുവർഷത്തിന് ഉണ്ടാകുന്നുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റ് സുഹൃത്തുക്കളെ, നമ്മുടെ ക്രിസ്മസ് പരിപാടികൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ പരിപാടി വന്നു ചേർന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസ. എന്റെ പേരിലും സ്വന്തം പേരിലും ആശംസകൾ അറിയിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ, മെരി ക്രിസ്മസ്. നമുക്ക് ഓരോ ആഘോഷങ്ങളും അല്ലെങ്കിൽ ഓരോ ഉത്സവങ്ങളും നമുക്ക് നല്ലൊരു ഒത്തുചേരലുകളും നല്ലൊരു എനർജി അല്ലെങ്കിൽ നല്ലൊരു സിനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓണത്തിനും നല്ലൊരു രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറ്റാവുന്നവരൊക്കെ സഹകരിച്ച് വളരെ നല്ലൊരു ഇവന്റാക്കി മാറ്റാൻ സാധിച്ചു എന്ന് പറഞ്ഞ പോലെ ഇതും നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇനിയുള്ള അവസരങ്ങളിലും എല്ലാവിധ നല്ല അവസരങ്ങൾ ഇതേമാതിരി കൂടിച്ചേരലുകൾ വരുമ്പോൾ മാക്സിമം സമയം കുറവാണെങ്കിൽ അതെല്ലാം ഒരു ഒത്തുചേരലിന്റെ ഭാഗമാണെന്ന് കരുതി നമ്മളത് വൻ വിജയമാക്കി മാറ്റട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാവിധ Thank you.
താരകം തന്നെ നോക്കി ഇടയൻ നടന്നു മുന്നിൽ കണ്ടു അവർ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്